എറണാകുളം കലൂരിൽ വാഹന പരിശോധനയ്ക്കിടെ പോലീസുകാരനെ കാറിടിപ്പിച്ച് കടന്നു കളഞ്ഞ പ്രതികൾക്കായി അന്വേഷണം ഊർജിതം. ഇന്നലെ പുലർച്ചെയുണ്ടായ അതിക്രമത്തിൽ എറണാകുളം നോർത്ത് ASI സന്തോഷിന് പരിക്കേറ്റിരുന്നു. ആ അപകടത്തിന്റെ അല്ലെങ്കിൽ അതിക്രമത്തിന്റെ ദൃശ്യങ്ങളിലേക്ക്. വിഷ്ണു സുരേഷിന്റെ വിവരങ്ങളുമായി. വിഷ്ണു, അങ്ങേയറ്റം പേടിപ്പെടുത്തുന്നതാണ് ദൃശ്യങ്ങൾ. നിരവധി പോലീസുകാർ നിൽക്കുമ്പോഴാണ് അതിലൊരാളെ ഇടിച്ച് വീഴ്ത്തി പാഞ്ഞു പോകുന്നത്. ആരാണ് ഈ കാർ ഓടിച്ചത്? ഗൂഗിൾ ആരാണ് കാർ ഓടിച്ചത് എന്നത് കേന്ദ്രീകരിച്ച അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ആളെ കണ്ടെത്താനായിട്ടില്ല. കാറിൽ 2 പേരുണ്ടായിരുന്നു എന്നാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഇന്നലെ പുലർച്ചെ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് രാത്രികാലങ്ങളിൽ ഇപ്പോൾ എറണാകുളത്ത് പരിശോധന വ്യാപകമാണ്. അത്തരത്തിലാണ് ASI കലൂരിലെ നോർത്ത് സ്റ്റേഷനിലെ ASI സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിൽ PN സന്തോഷിന്റെ നേതൃത്വത്തിൽ ശാസ്ത റോഡിൽ ഒരു പരിശോധന നടത്തിയത്. ആ പരിശോധനയിൽ 4 പോലീസുകാരുണ്ടായിരുന്നു. ആ ദൃശ്യത്തിൽ കാണാം. ഒരു വശത്തുകൂടി വാഹനം പോകാതിരിക്കുന്നതിന് വേണ്ടി അവിടെ ഒരു ചെറിയ ബാരിക്കേഡ് പോലത്തെ ഒരു വസ്തു വെച്ചിട്ടുണ്ട്. അതിനിടയിൽ കൂടിയാണ് ഒരു കാറ് വന്നത്. കാറ് വരുന്ന വഴി തന്നെ ആ വാഹനം തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് പോലീസുകാർ ശ്രമിക്കുന്നു. ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത ശേഷം ആ വാഹനം എടുത്തുകൊണ്ട് പോവുകയായിരുന്നു. അവിടെ നിന്നിരുന്ന പോലീസുകാരനെ ഇടിച്ച് ഒരു 10 മീറ്റർ അപ്പുറത്താണ് പോലീസുകാരൻ ചെന്ന് വീഴുന്നത്. ആ വാഹനം നിർത്താതെ ഈ യുവാക്കൾ മറ്റൊരു റോഡിലേക്ക് ASSC റോഡിലേക്ക് കയറി പോകുന്നതാണ് ആ ദൃശ്യത്തിൽ കാണുന്നത്. ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ കാലിനും അതോടൊപ്പം തന്നെ കൈക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അങ്ങേയറ്റം ഭയാനകമായ ഭീതിപ്പെടുത്തുന്ന ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ രാത്രികാല പരിശോധനയുമായി ബന്ധപ്പെട്ട് പോലീസുകാർക്കെതിരെ ഇപ്പോൾ ഇത്തരത്തിൽ ഈ വാഹനം തടഞ്ഞു നിർത്താൻ ശ്രമിക്കുമ്പോൾ പോലീസുകാർക്കെതിരെ ഇത്തരത്തിൽ അക്രമങ്ങൾ ഉണ്ടാകുന്നത് പതിവായി മാറിയിട്ടുണ്ട്. ചെല്ലാനത്ത് നമ്മൾ ഇതിന്റെ ആദ്യ ദൃശ്യം കണ്ടതാണ്. അതിനുശേഷം ഇപ്പോൾ നോർത്തിലും ഇങ്ങനെ വാഹനം ഇടിച്ചു തെറിപ്പിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ലഹരി വസ്തുക്കളോ അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും മറക്കാനുണ്ടോ എന്ന കാര്യത്തിലടക്കം പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഒരു ASI ആണ് ഈ വാഹന പരിശോധനയ്ക്കിടെ 2 യുവാക്കൾ കാറിലെത്തിയ 2 യുവാക്കൾ ഇടിച്ച് തെറിപ്പിച്ചിരിക്കുന്നത്. ASI സന്തോഷ് ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ഈ പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രദേശത്തെ CCTV ഒക്കെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത്. വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. ആ ദൃശ്യത്തിൽ വളരെ കൃത്യമായി കാണാം. വാഹനം നിർത്താൻ പറയുന്നു. ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത ശേഷം അവിടെ നിന്ന് ഒറ്റ എടുക്കുന്നു. ആ എടുക്കുന്ന ഘട്ടത്തിൽ തന്നെ SI വാഹനത്തെ മുന്നിൽ പെടുന്നു. ബോണറ്റിൽ പിടിക്കാൻ ശ്രമിക്കുന്നു. അവിടെ നിന്ന് ഇടിച്ചിട്ടും SI ഇടിച്ചിട്ടും വാഹനം നിർത്താതെ പോകുന്നു. ഒരു 10 മീറ്റർ അപ്പുറത്ത് ആ ASI പോയി വീഴുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. അങ്ങേയറ്റം ഭീതിപ്പെടുന്ന ദൃശ്യം. പ്രതികളെ ഉടൻ പിടികൂടാനാകുമെന്ന പ്രതീക്ഷയിലാണ് നോർത്ത് പോലീസ് ഉള്ളത്. എല്ലാ ഇടങ്ങളും കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സിറ്റിയിലെ പല മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് ലഹരി സംഘങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന അവരുടെ ഒരു രാത്രി സമയങ്ങളിലാണ് ഈ ലഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള സംഘമാണോ അതല്ലെങ്കിൽ ഇവർ എന്തുകൊണ്ട് വാഹനം നിർത്തിയില്ല എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമൊക്കെ ഈ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുന്നുണ്ട്. പ്രതികളെ ഇന്ന് തന്നെ പിടികൂടാനാകും എന്നാണ് കരുതുന്നത്. ഗോകുൽ, തീർച്ചയായും ആ ദൃശ്യങ്ങളിൽ ASI ഇടിച്ചു വീഴ്ത്തുന്നത് മാത്രമല്ല, എതിരെ റോഡ് മുറിച്ചു പോകുന്ന ഒരു ബൈക്കുകാരൻ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഏതായാലും അങ്ങേയറ്റം ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. ഇങ്ങനെ പാഞ്ഞു പോയവർക്ക് എന്തായാലും അവരുടെ പശ്ചാത്തലം വെടിപ്പല്ല എന്നത് ഉറപ്പാണ്. ഇത്ര CCTV ദൃശ്യമുള്ള കൊച്ചു നേരത്തിൽ പിടികൂടുക അത്ര പ്രയാസവുമാവില്ല. വിഷ്ണു സുരേഷാണ് ആ ദൃശ്യങ്ങളും വാർത്തയും പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.